ഹലോ കേട്ടോ, ദീപത്തിലേക്ക് സ്വാഗതം. കേട്ടല്ലേ, നമ്മുടെ ഇൻസ്റ്റയിലെ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായ ഞാൻ പ്യാറു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഇതാണ് കേട്ടല്ലേ കുട്ടി, ഈ ഫോട്ടോ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വെച്ച് നല്ല നല്ല റീൽ ക്രിയേറ്റ് ചെയ്യാൻ കുട്ടിയാണ് കേട്ടല്ലേ. ഏകദേശം വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, ഏകദേശം മില്യൺ വ്യൂസ് ഉണ്ട്, ചിലത് ഫുൾ ഏകദേശം ലക്ഷം, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടല്ലേ. അത് അത്യാവശ്യം നല്ല നല്ല വീഡിയോസ് ആണ്. മാക്സിമം എന്ന് വെച്ചാൽ വീഡിയോസ് അവർ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അത്യാവശ്യം സൂപ്പറാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഞാനും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് എനിക്കും സജഷൻ ലിസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, റീൽ നൈസാണ്. ഏകദേശം 72.1 ഫോളോവേഴ്സ് ഉണ്ട് ഇല്ലടല്ലേ, മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നലെ എവിടെ ഉണ്ടായിരുന്നില്ല ഇല്ലടല്ലേ, ഞാൻ പഴനിയിലായിരുന്നു. അപ്പോൾ 2 ദിവസം പുറത്തായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന ശേഷം ഇൻസ്റ്റഗ്രാം നോക്കി ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഒരു മലയാളി മീഡിയ അങ്ങനത്തെ ഒരു ചാനലാണ് ഇല്ലടല്ലേ. ആ ചാനലിൽ വന്നിട്ട് ഈ കുട്ടിയുടെ വീഡിയോ, ഈ കുട്ടിയുടെ ജസ്റ്റ് നോർമലി റീൽ ഉണ്ടല്ലോ, ആ റീൽ എടുത്തിട്ട് RIP എന്നുകൊണ്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടില്ല. ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് സത്യം പറഞ്ഞില്ല, ഞാൻ അപ്പോൾ ഷോക്കായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മിനിയാന്ന് വന്നു വെച്ച് ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഞാൻ ഈ കുട്ടി റീൽ കണ്ടിട്ട് മേലെ പോയുള്ളൂ. സത്യം പറഞ്ഞു ഇന്ന് വന്ന് കണ്ടപ്പോൾ ഈ സത്യം ഷോക്കായില്ല. പിന്നെ ഞാൻ നേരെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ റീസെന്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല, സ്റ്റോറി ഒന്നും ഇട്ടില്ല. നോക്കുമ്പോൾ കമന്റിലൊക്കെ മറ്റേ റീസെന്റ് ആയിട്ട് പോസ്റ്റിൽ കമന്റിലൊക്കെ ഫസ്റ്റ് വന്ന് നടക്കുന്നത് RIP എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇല്ല. സത്യം പറയുമല്ലോ, കണ്ടപ്പോൾ വിഷമായി. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റീസൺ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആർക്കും കുറേ ആൾക്കാർ വീഡിയോ ഇട്ടവരൊക്കെ മെസ്സേജ് അയക്കേണ്ട, ഇതിന്റെ റീസൺ എന്താ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമന്റൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എന്താ പ്രശ്നം, സൈബർ പുള്ളിങ് ഇല്ലടല്ലേ, സൈബർ പുള്ളിങ് ആണ് പ്രശ്നം, മനസ്സിലായില്ലേ. അതാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്, സൈബർ പുള്ളിങ് ഇതാണ് പ്രശ്നം പറഞ്ഞിട്ട് കമന്റിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിലർ പറയുന്നത് ബ്രേക്കപ്പ് പ്ലസ് സൈബർ പുള്ളിങ് ആണ്, അതുകൊണ്ടാണ് കുട്ടി ഡിപ്രഷൻ അടിച്ചതുകൊണ്ടാണ് സൂസൈഡ് ചെയ്തതെന്നൊക്കെ പറയേണ്ടത് ഇല്ലടല്ലേ. സത്യം പറയുമല്ലോ, സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞാൽ ചിലർപ്പെട്ട പരിപാടി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ക്ലിയറായിട്ടുള്ള നമ്മുടെ വീഡിയോസ്, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ താഴെ വന്ന ആൾക്കാർ കുറേ ആൾക്കാർ നല്ല കമന്റ് ഇടും, കുറേ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടും, മനസ്സിലായില്ലേ. അപ്പോൾ നെഗറ്റീവ് കമന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ ജസ്റ്റ് കണ്ടന്റ് ഇതല്ല പറഞ്ഞ ആൾക്കാർ ജസ്റ്റ് അവിടെ ഇമ്പ്രൂവ് ചെയ്യും, ഇല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, നമ്മളത് ചെയ്യാം. അല്ലാതെ വന്നുകൊണ്ട് നേരെ സ്പോട്ടിലൊന്നും തെറി വിളിക്കണില്ലല്ലോ, മനസ്സിലായില്ലേ. അങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് സൈബർ ബുള്ളിങ് ആവണം. നേരെ ഒന്നും തെറിയില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അച്ഛനമ്മനെയൊക്കെ വിളിക്കുന്നത്, മനസ്സിലായില്ലേ. ആ കുട്ടിയുടെ വീഡിയോസിൽ ഞാൻ പിന്നെ അതിലേക്ക് അടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമന്റുകൾ ഇതൊക്കെയാണ് ഇല്ലല്ലേ മെയിനായിട്ട് കമന്റ് ഇടും. പിന്നെ നമുക്ക് മെസ്സേജ് അടക്കം അയക്കുന്നുള്ളൂ, ഇതുപോലെ തെറി മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. എന്തിന്റെ ആവശ്യമാണ് കേട്ടോ, സത്യം പറയാമല്ലോ. നമ്മളിപ്പോൾ ഒരു വീഡിയോ പോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജസ്റ്റ് നോർമലി ഇങ്ങനെ പറയാം, എടാ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെ. ഇത് അതൊന്നും ഇല്ലല്ലോ, തെറി പറഞ്ഞാൽ ഒടുക്കത്തെ തെറി, എന്താ ഏതെന്നൊന്നും അവന്മാർക്ക് അറിയില്ല, മനസ്സിലായി. വീഡിയോ ഇതായിരിക്കും, അവന്മാർ പറയുന്ന തെറി വേറെ ആയിരിക്കും. എന്തിൻ്റെയൊക്കെയോ എന്താണ് ഇല്ലല്ലോ അവന്മാർ ചെയ്യണം, നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, സത്യം പറയുമല്ലോ. എന്നിട്ട് സൈബർ ബുള്ളിങ് പറഞ്ഞാൽ ചില്ലറപ്പെട്ട പരിപാടിയില്ല കേട്ടോ, സത്യം പറഞ്ഞു. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ മറ്റുള്ള വീഡിയോ കാണുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ച് ജസ്റ്റ് പറയാടാ, അങ്ങനെ ചെയ്താൽ മതി, ഓക്കെ ആവും. അല്ലാതെ ഡയറക്റ്റ് തെറി വിളിക്കുന്ന പാടില്ല കേട്ടോ, സത്യം പറഞ്ഞു. അത് വല്ലാതൊരു ഇതാണ്. എന്താ വെച്ചാൽ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്നില്ല. നമ്മുടെ വീഡിയോയിൽ ചില വീഡിയോയിലൊക്കെ ആൾക്കാർക്ക് തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഓക്കെ, അത് അവരുടെ സംസ്കാരം, നമ്മൾ അതോടെ വിടുന്നുണ്ട്, മനസ്സിലായില്ലേ. അല്ല നമ്മൾ തിരിച്ച് പറയുന്നതുണ്ടല്ലോ, എന്തിനാണ് അതിൻ്റെ ആവശ്യം, ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ ആ നെഗറ്റീവിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ള പോസിറ്റീവും പോയി കിട്ടും, സത്യം പറഞ്ഞു. അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലല്ലേ. എന്ന് വെച്ചാൽ നെഗറ്റീവ് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മളത് ജസ്റ്റ് സ്കിപ്പ് അടിച്ച് വിടുക. നമ്മളെന്താണ് ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യമില്ല, ഞാൻ പെട്ടെന്ന് നടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമം ഞാൻ ഞെട്ടിയില്ല, സത്യം പറഞ്ഞില്ല. ഞാൻ 2 ദിവസം മുമ്പേ റീൽ കണ്ടുള്ളൂ ആ കുട്ടിയുടെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു സൂസൈഡിൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുക. ഇപ്പോൾ ന്യൂസും കാര്യങ്ങളും വന്നിട്ടില്ല ഇടയ്ക്കില്ലാടല്ല, എങ്ങനെയാണ് ഏതാണെന്നൊന്നും. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ മാത്രമേ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ഇതൊക്കെയാണ് കമൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഞാൻ എന്താണ് പറഞ്ഞത്, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണണം, നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണേ അതുപോലെ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് തെറി കാര്യങ്ങളൊന്നും പറയരുതെങ്കിലല്ല, എനിക്ക് അതേ പറയാനുള്ളൂ, അത്രേ ഉള്ളൂ.